എന്നോട് വെറുതെ വഴക്കിന് വരണ്ട. ആരാ വഴക്കുണ്ടാക്കിയത്? നീയല്ലേ എന്റെ ഫോൺ എടുത്ത് നോക്കിയത്? ഇത്ര ചീപ്പാണോ നീ? നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ കാണിക്കുന്ന അത്രയും ചീപ്നെസ് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ പ്രശ്നം വഷളാവും. എനിക്കതിന് തീരെ താല്പര്യമില്ല. എന്തിനാ മോളെ ഡോക്ടർ വിളിച്ചത്? ഡിസ്ചാർജിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഞാൻ വീട്ടിലേക്ക് വരണമെന്ന അഭിപ്രായം. ചേച്ചിയുടെ അടുത്തല്ലേ, വരാമെന്ന് ഞാൻ സമ്മതിച്ചു. അല്ല, അവിടെ അവളുണ്ടാവില്ലേ, ആ രാക്ഷസി ചന്ദ്ര? അത് എത്ര കാലം ഉണ്ടാവും ചേച്ചി? ആദ്യം അവളെ അവിടുന്ന് മാറ്റണം മോളെ. പക്ഷേ മാറ്റുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സ്വർണത്തിന്റെ കാര്യമായിരിക്കും അല്ലേ ചേച്ചി? അതെ, അത് അവളെ എടുത്തെന്നുള്ളത് ഉറപ്പല്ലേ? അത് മുഴുവനായിട്ട് തിരിച്ചു പിടിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോവില്ലേ? എല്ലാം വിറ്റ് കാണും, എന്നിട്ട് കാശാക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ച് വിട്ടുകളയാൻ പറ്റുമോ മോളെ? എത്ര ലക്ഷം രൂപയുടെ മുതലാ? അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റി? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അവൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന്. എന്തോ ഭാഗ്യത്തിനാ എനിക്ക് ജീവനോടെ തിരിച്ചു വരാൻ പറ്റിയത്. കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. ആ മോളെ പാർവതി, അവര് തിരിച്ചു വന്നില്ലല്ലോ. ഇല്ല, അവരും ഇവരുടെയൊക്കെ തന്നെ കസ്റ്റഡിയിലായിരിക്കും മോളെ. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വെക്കാൻ. ഇല്ലെങ്കിൽ തീയിൽ ചവിട്ടി അനുഭവമായിരിക്കും ഉള്ളൂ. കൊള്ളാതെ നോക്കാൻ ചേച്ചി. അവരങ്ങനെ അങ്ങോട്ട് കയറി മിടുക്കന്മാരാവണ്ട. ഭർത്താവ് നല്ലവനായതുകൊണ്ട് മാത്രം പോരാ, നല്ലവനാണെന്ന് ഭാര്യയ്ക്ക് തോന്നുകയും വേണം. ശരിയല്ലേ? അതെ. നിരഞ്ജൻ നല്ലവനാണെന്ന് അക്ഷര ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാനെന്താണെന്ന് എനിക്കറിയാം. എനിക്കതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൊബൈലിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഇല്ല. പിന്നെന്താ ഇവളത് നോക്കിയാൽ? എന്നെ സംശയിക്കുന്നു, അതാണ് പ്രശ്നം. എനിക്കത് ഇഷ്ടമല്ല. അപ്പോ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിരഞ്ജനം ചെയ്യരുത്. മോനെ, പരസ്പരം വഴക്കിടാതെ പോ. അതിനെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യ്. വെറുതെ ഇങ്ങനെ തർക്കിച്ചിട്ട് എന്താ പ്രയോജനം? ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എല്ലാരും കൂടി എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത്? സഹിക്കുന്നതിനൊരു അതിരുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ നിരഞ്ജൻ പറയുന്നത്? അതെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്തു പറയുന്നു? തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നിരഞ്ജൻ പറയുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോന്ന്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ മോളെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്താലും എന്തെങ്കിലും മനോവിഷമം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ
ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെയൊന്നും ആവശ്യമില്ല. എന്നെ സ്വസ്ഥമായിട്ടിരിക്കാൻ അനുവദിച്ചാൽ മതി. കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്.